ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല കിട്ടിലും പോട്ടി ഫ്രൈ കൊണ്ടാണ് വന്നിട്ടുള്ളത്. പോട്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല കിടിലം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിത് ഇവിടെ ഒരു അടി കട്ടിയായിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം നന്നായി ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ബീഫിൻ്റെ പോട്ടി വേവിച്ചെടുത്തതാണ്. ഇത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത ബീഫിൻ്റെ പോട്ടിയാണ് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഞാനിവിടെ എൻ്റെ സ്പെഷ്യൽ മസാലയാണ്. ഈ മസാല പോട്ടിയിലോട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. പോട്ടിയിലോട്ടായാലും ബീഫിലോട്ടായാലും മട്ടനിലോട്ടായാലും ഒക്കെ നല്ല അടിപൊളി മസാലയാണ്. ഈ മസാല ഞാൻ മുമ്പ് പോട്ടിയുടെ റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഈ പോട്ടിയിലോട്ട് ഈ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില, 2 സൈസ് ജീരകം ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അത് മൂപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുളകും അതേപോലെ മല്ലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞാനിത് മിക്സിയിൽ അരച്ചെടുത്ത മസാലക്കൂട്ടാണേ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതേപോലെയുള്ള റെസിപ്പീസൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. ഇനി ഞാനിതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1 തണ്ട് കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രൈ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പോട്ടി ഫ്രൈ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് പൊട്ടി ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ പൊട്ടി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പൊട്ടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇപ്പോൾ ദാ ഇവിടെ പൊട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പൊട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.